ഇപ്പൊ സഫേനെയും ലല്ലുവിനെയും നാട്ടുകാര് പൊക്കി എന്ന് പറഞ്ഞു, അത് സത്യമാണോ? ഞാൻ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു ഞാൻ തെറ്റിലേക്ക് പോയിട്ടില്ല. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എന്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റത്തില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സഫയ്ക്ക് പറ്റില്ല. ഇതുപോലത്തെ ആങ്കറൊക്കെയാണ് ഇവിടെ പിടിച്ചു വരുത്തിയിട്ടുള്ളത്. ഒരുമാതിരി കോപ്പില. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനും കുത്താൻ. എനിക്ക് അത്രയും തെറ്റ് ചെയ്യാത്തോണ്ടാണ് ഞാൻ ഈ മീഡിയക്ക് മുന്നിൽ എത്ര ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്, കുറെ ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും ഇരിക്കത്തില്ല. ഓക്കെ, മതി. സ്നാപ്പ് എന്തോ അയച്ചു കൊടുത്തു എന്ന് ഒരു പറഞ്ഞു വിവാദം. ഓക്കെ, ഞാൻ അങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ന്യൂഡായിട്ടുള്ള ഫോട്ടോ. മുസ്ലിംസ് ആണ്, നമുക്ക് അങ്ങനത്തെ ഫോട്ടോസ് പുറത്തിടാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ സ്നാപ്പിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, സേവ് ചെയ്ത് ക്യാമറ റോൾ ആക്കിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ലല്ലുവിന് അയച്ചു കൊടുത്തിട്ടില്ല. എന്റെ സ്നാപ്പ് മഹനാസിന്റെ കയ്യിലുണ്ട്. ഫസ്മിനയുടെ കയ്യിൽ എങ്ങനെ എത്തി? ആരാ അയച്ചു കൊടുത്തത്? ആരായിരിക്കും? മെഹനാസ് അയച്ചു കൊടുത്തു. ഇപ്പൊ മെഹനാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ലല്ലുവിന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ പറയാതെ പോയി. ഇതൊക്കെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലേ? അല്ലല്ലോ, മൂന്നാമത് ലല്ലുവായിട്ട് കെട്ടിയില്ലല്ലോ, പക്ഷെ റിലേഷൻ ഉണ്ടല്ലോ. ഇല്ലല്ലോ, അത് സഫ പറയുന്നില്ലേ, പക്ഷെ തെളിവുകൾ മുഴുവൻ സഫയ്ക്ക്. അല്ല, എന്ത് തെളിവുള്ള ഞാനും അവനും തമ്മിലെ റിലേഷനാണ്. ഇപ്പൊ ഒരാള് മീറ്റ് ചെയ്ത് ഒരാളുടെ ബാഗ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരുന്നെങ്കിൽ, നമ്മുടെ ഫ്ലാറ്റിൽ ഇരുന്നെങ്കിൽ റിലേഷൻ ആണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ ഡ്രൈവറിനെയും എന്നെയും വെച്ച് ബന്ധാക്കി കൂടെ? ലല്ലുവിനെയും സഫയെ ഒരുമിച്ച് റൂമിൽ വെച്ച് കണ്ടുവന്നു ഇതേ ആള് തന്നെയാണ് പറഞ്ഞത്. അത് അവനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട്. ഇപ്പൊ ലല്ലുവിന്റെ പുതിയൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു, അതിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്നതുപോലെ പറയണമെന്ന് പറയിപ്പിച്ചതാണ് നാജിനെ. ഇത് ചോറ് തിന്നുന്ന എല്ലാ മലയാളികൾക്കും ലല്ലുവും സഫയും തമ്മിലുള്ള ഒരു, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാം, ഞാനിപ്പോ ഡിവോഴ്സ് ആവാൻ പോവാണ്, അവൻ ഓൾറെഡി വേർപിരിഞ്ഞാണ്, നമ്മൾ തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ധൈര്യമായിട്ട് പറയാം. ഇത്രയും നമ്മൾ ഇന്റർവ്യൂക്ക് നേരെ വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അത് പറയേണ്ട, മടിക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് പറയാവുന്നുള്ളൂ. ഒരു നമ്മുടെ ഇഷ്യൂസ് നടക്കുമ്പോൾ പോലും ഈ സെപ്പറേറ്റഡ് ഇട്ടിട്ട് പോലും ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, എന്നിട്ട് അവരെന്നെ സ്വീകരിച്ചു. ആര് സ്വീകരിക്കും? ഇല്ല. പക്ഷെ സഫയെ സ്വീകരിക്കാൻ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും അടുത്ത തെറ്റിലോട്ട് സഫ, വീണ്ടും ലല്ലു എന്ന വ്യക്തിയാണോ സഫ തെരഞ്ഞെടുക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ഇപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് ചിന്തിക്കുന്നേ ഇല്ല. ഒരു മാരീഡ് ലൈഫ് ഇപ്പൊ ചിന്തിക്കുന്നേ ഇല്ല. ഞാനും ബേബി ആയിട്ട് എങ്ങനെയാണോ ഹാപ്പി ആയിട്ട്, എനിക്ക് എങ്ങനെയാണോ ലൈഫ് ഹാപ്പി ആക്കാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് എന്റെ പ്ലാനിങ് ഉള്ളത്. ലല്ലുവിനെ കുറിച്ചുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ എന്താണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ചരിത്രം വെച്ച് എന്താണ്, ഫസ്മിനെ വെച്ച് പറഞ്ഞത് വെച്ച് എന്താണെന്ന് അറിയാലോ? അറിയാം. ഒരുപാട് പേരെ ചതിച്ച് കോഴിത്തരം കാണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്മിന ലല്ലുവിനെ പറ്റി ബാഡ് ആയിട്ടുള്ള കുറച്ച് മീൻസ് ഒരു കുട്ടിയായിട്ട് ചാറ്റ് ചെയ്തൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ എന്തിനും ഇവള് ബാംഗ്ലൂർ അവന്റെ അടുത്തേക്ക് പോയി. അത് ലല്ലു ഇന്റർവ്യൂവിൽ ഇട്ടിട്ടുണ്ട്. എന്തിനാ അവള് പിന്നെയും അവന്റെ അടുത്തേക്ക് പോയി? എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ പറ്റി എല്ലായിടത്തും മോശമായിട്ട് പറഞ്ഞിട്ട് നീ എന്തിനാണ് എന്റെ അടുത്ത് വന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവളിരുന്ന് ചിരിക്കുന്നു. ഈ ഫസ്മിനയും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ ലല്ലും നല്ല, നിങ്ങൾ മൊത്തത്തിൽ എല്ലാവരും ഉടായിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ത് സന്ദേശം നിങ്ങൾക്ക് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? അതെ, എനിക്കിപ്പോ ഇവിടെ വന്നിരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് കോണ്ടന്റ് ചെയ്ത് അവര് വീഡിയോ ഇടുന്ന പോലെ എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ ഇടാം, നല്ല രീതിക്ക് ഫണ്ട് ഉണ്ടാക്കാൻ. ഞാൻ അത് ചെയ്യുന്നില്ലല്ലോ. ഫണ്ട് ഉണ്ടാക്കണം എന്നുള്ളവര് തുരുതുരാ ഡെയിലി കണ്ടന്റ് ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇവര് കൊടുക്കുന്ന കോണ്ടന്റ് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്? നിങ്ങൾ ആരും കൊടുക്കുന്ന കോണ്ടന്റ്, സഫ അടക്കം കൊടുക്കുന്ന കോണ്ടന്റ് എന്ത് സന്ദേശമാണ്? ഞാൻ ഇപ്പത്തെ എന്റെ വീഡിയോസ് ചെയ്യുന്നതിൽ മാത്രം ഞാൻ ഇങ്ങനെ റൂഡായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. മുന്നേ ഞാൻ മേനു ഉള്ളപ്പോൾ വീഡിയോസ് ചെയ്യുന്നത് എന്താ, നമ്മുടേതായ ലൈഫ്, നമ്മൾ കുട്ടിയായിട്ടുള്ള ഫാമിലി ലൈഫ്, ഫുഡ് ഉണ്ടാക്കൽ, ഇതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരാളുടെ പച്ചറിച്ച് തിന്നുകൊണ്ട് ഇതുവരെ ഒരാളുടെ വീഡിയോ ഞാൻ ചെയ്യാൻ നിന്നിട്ടില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിമിഷാറാം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയ, ഇന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിതിരിച്ച ഒരു ഇൻഫ്ലുവൻസറാണ്. മറ്റാരുമല്ല, സഫ. സഫ, നമസ്കാരം. എന്താ, സുഖമായിരിക്കണോ? സുഖം. എങ്ങനെയുണ്ട് സഫ? ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ തുറന്നു കഴിഞ്ഞാൽ സഫ മാത്രമാണ് അല്ലേ? എന്തൊക്കെയാ നടക്കുന്നേ? ഒരു സ്ഥലത്ത് സഫ, ഒരു സ്ഥലത്ത് മെഹനാസ്, ഒരു സ്ഥലത്ത് ലല്ലു. എന്താണ് ഇതിന്റെ ഒക്കെ പറയൂ, ആരാ? സഫ എന്ന് പറ. എന്താണ് ഇപ്പൊ ഈ നടക്കുന്ന ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ? സഫ ഒളിച്ചോടിപ്പോയി, മെഹനാസിന്റെ കൂടെയല്ല. സഫ യഥാർത്ഥത്തിൽ ആരുടെ കൂടെയാണ് ഇപ്പൊ? ഞാനും കുട്ടി ഒറ്റക്കാണ് താമസിക്കണേ. ഓക്കെ, അപ്പൊ മെഹനാസിന്റെ കൂടെയല്ലേ? അല്ല അല്ല, മെഹനാസ് ആയിട്ട് സഫ ഞാൻ ഇപ്പൊ ഒരു മാസത്തോളായി കൂടിയില്ല.
കൂടെയില്ല. ഇപ്പൊ ഒറ്റയ്ക്കാണോ ഒരു താമസിക്കുന്നത്? മാസത്തിന് മുകളിലായിട്ടോ. ഓക്കെ. പക്ഷെ സഫ ലല്ലുവിന്റെ കൂടെയാണെന്നാണല്ലോ പറയുന്നത്. സഫ ഇപ്പം യഥാർത്ഥത്തിൽ ലല്ലുവിന്റെ കൂടെയാണോ ഒറ്റയ്ക്കാണോ? ഒറ്റക്ക് തന്നെയാ താമസിക്കുന്നത്. ഞാനും കുട്ടിയും മാത്രമേ ഉള്ളൂ ഫ്ലാറ്റിൽ താമസിക്കണേ. സഫ ഇപ്പൊ ഒറ്റയ്ക്കാണ്, ലല്ലുവിന്റെ കൂടെ അല്ല എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ എല്ലാരും പറ്റിക്കുകയാണോ? അല്ല. ഇത് പറയാനുള്ള കാര്യം, ഒരു വീഡിയോ കോളില് സഫയുടെ കുട്ടിയും ആയിട്ട് ലല്ലുവിന്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ലൈവില് അതിൽ സഫ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ ഉണ്ടായില്ല, ലൈവില് ഞാൻ ഉണ്ടായില്ല. പക്ഷെ കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടി സഫ ഇല്ലാണ്ട് കുട്ടി ഒറ്റയ്ക്ക് പോയില്ലല്ലോ. ഉണ്ടാവും. അതപ്പൊ അവിടെ എങ്ങനെ എത്തിയത്? എങ്ങനെയാണ് അത് എഗ്രിമെന്റ് എഴുതാൻ പോകുന്ന ദിവസമായിരുന്നു. നമ്മള് 3 ആളും കൂടി പോവാൻ നിന്നെ. ആ സമയത്ത് ജസ്റ്റ് എന്ത് എഗ്രിമെന്റ് എഴുതാൻ? വണ്ടീന്റെ, എന്റെ ഊബർ ടാക്സി ഓടാൻ വേണ്ടി കൊടുക്കുന്ന. അപ്പൊ അതിന്റെ എഗ്രിമെന്റ് എഴുതാൻ പോകുന്ന ദിവസമായിരുന്നു ഇവന് ഈ ലൈവ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുട്ടീനെ കാണിച്ചപ്പോ തന്നെ കമന്റുകൾ. പക്ഷെ അത് ഫ്ലാറ്റിനകത്ത് വെച്ചിട്ടായിരുന്നില്ലേ? ഫ്ലാറ്റിലായിരുന്നു. ആ എഗ്രിമെന്റ് എഴുതാൻ പോകുന്ന സമയത്ത് ഫ്ലാറ്റിലോട്ട് അല്ല, അവര് റെഡിയായി വന്നു, ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ഒരുമിച്ച് പോവാന്നുള്ള പ്ലാനിലാണ് പോയത്. ഊബർ ഇട്ടിട്ട് അമ്മ ഒരുമിച്ചാ പോയത്. ഇപ്പൊ മെഹനാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, സഫ എന്താ അഴിഞ്ഞാടി നടക്കുകയാണോ, ഞാനുള്ളപ്പോ ലല്ലുവിന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ പറയാതെ പോയി. ഇതൊക്കെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലേ. ഇതിപ്പോ ഫസ്റ്റ് സഫ ആദ്യത്തെ വിവാഹത്തിന് വേർപിരിയണു അല്ലെ, അതിനുശേഷം അടുത്തത് ആരായിട്ടായിരുന്നു? മെഹനാസ് ആയിട്ട്. പിന്നീട് മെഹനാസ് ആയിട്ട് വേർപിരിയുന്നു. വീണ്ടും ലല്ലു എന്ന് പറയാൻ ഇല്ലല്ലോ, മൂന്നാമത് ലല്ലു ആയിട്ട് കെട്ടിയില്ലല്ലോ, പക്ഷെ റിലേഷൻ ഉണ്ടല്ലോ. ഇല്ലല്ലോ, അത് സഫ പറയുന്നില്ല. പക്ഷെ തെളിവുകൾ മുഴുവൻ സഫയ്ക്ക് എതിരാണ്. കണ്ണടച്ച് ഇരുട്ടാക്കാന്ന് കേട്ടിട്ടില്ലേ? സഫ യഥാർത്ഥത്തിൽ ചെയ്യുന്ന അതല്ലേ? അല്ല, എന്ത് തെളിവുള്ള ഞാനും അവനും തമ്മിൽ റിലേഷൻ ആണ്? ഇപ്പൊ ഒരാള് മീറ്റ് ചെയ്ത് ഒരാളുടെ ബാഗ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരുന്നെങ്കിൽ, നമ്മുടെ ഫ്ലാറ്റിൽ ഇരുന്നെങ്കിൽ അത് റിലേഷൻ ആണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ ഡ്രൈവറിനെയും എന്നെയും വെച്ച് ബന്ധാക്കി കൂടെ? എന്റെ ഡ്രൈവറുടെ സാധനങ്ങൾ അടക്കം, ഇന്റർവ്യൂസ് അടക്കം ഡ്രൈവർ എന്ന് പറഞ്ഞ ഡ്രൈവറിന്റെ പേര് റാഫി നാശി. അപ്പൊ ഈ പറയുന്നുണ്ടായിരുന്നു ലല്ലുവിനെയും സഫയെ ഒരുമിച്ച് റൂമിൽ വെച്ച് കണ്ടുവന്നു. ഇതേ ആള് തന്നെയാണ് പറഞ്ഞത്. അത് അവനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട്. ഇപ്പൊ ലല്ലുവിന്റെ പുതിയൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു, അതിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്നതുപോലെ പറയണമെന്ന് പറഞ്ഞ് പറയിപ്പിച്ചതാണ് നാജിനെ കൊണ്ട്. ഇത് ചോറ് തിന്നുന്ന എല്ലാ മലയാളികൾക്കും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെന്ന് മനസ്സിലാക്കാൻ അത്രയൊക്കെ ബുദ്ധിയൊക്കെ വേണോ? രണ്ടുപേരുടെ ഒത്തുകളി എന്ന് പറഞ്ഞെങ്കിൽ ലല്ലുവും സഫയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാം, ഞാനിപ്പോ ഡിവോഴ്സ് ആവാൻ പോവാണ്, അവൻ ഓൾറെഡി വേർപിരിഞ്ഞാണ്, നമ്മൾ തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ധൈര്യമായിട്ട് പറയാം. ഇത്രയും നമ്മൾ ഇന്റർവ്യൂക്ക് നേരെ വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അത് പറയേണ്ട, മടിക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് പറയാന്നുള്ളൂ. പക്ഷെ ഇവിടെ മടിക്കേണ്ട കാരണം എവിടെയാ വരുന്നേന്ന് പറയട്ടെ. നമ്മളിപ്പോ റിലേഷൻ തുടങ്ങുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് കണ്ടിട്ടുണ്ടായിരുന്നോ മെഹ്നുയുടെ കാര്യത്തില്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഈ മെഹ്നുവിലെ ഒരു ടോക്സിക് ക്യാരക്ടർ അല്ലെങ്കിൽ ആള് ശരിയല്ല എന്ന് ഏത് ഘട്ടത്തിലാ തോന്നിയത്? ആഫ്റ്റർ മാരേജ് കഴിഞ്ഞപ്പം ഒരു 1 month ഒക്കെ ആയി തുടങ്ങിയപ്പോഴാണ് ഒരുവിധം പുള്ളിക്കാരുടെ ക്യാരക്ടർ, മീൻസ് എന്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ പോലും, ഗേൾസ് ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ പോലും സ്പീക്കറിലിട്ട് സംസാരിക്കണം, അങ്ങനത്തെ കുറച്ച് ക്യാരക്ടർ മാറി തുടങ്ങി. അപ്പൊ ഞാൻ പറയും, ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ ആദ്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ചിലവർ അങ്ങനെയാണല്ലോ, നമ്മള് കല്യാണത്തിന് മുന്നേ നമ്മൾ അത്രക്കും പുഞ്ഞാരിച്ച് വന്നവര് ചിലപ്പോൾ മാരേജ് ചെയ്യുമ്പോൾ ആള് മാറും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു മാനുവിന്റെ. ഞാൻ എന്നിട്ട് പിന്നെ നോക്കി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മർദ്ദിക്കാനൊക്കെ തുടങ്ങിയത്, ഉപദ്രവം തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര, ഞാൻ സെലക്ട് ചെയ്ത് തെറ്റിപ്പോയോ, മീൻസ് വീട്ടുകാരെ ധിക്കരിച്ചത് അവരുടെ കണ്ണീരിനുള്ളതാണോ ഞാൻ അനുഭവിക്കുന്നതിനുള്ള ചിന്ത വരാൻ തുടങ്ങി. അത് പിന്നെ തുടങ്ങിക്കൊണ്ടിരുന്നു. ഗർഭിണിയായിട്ടും എനിക്ക് ഉപദ്രവം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുട്ടിയായിട്ട് വരെ അവസാനം ഉണ്ടായപ്പോഴാണ് എനിക്ക് വേണ്ടാന്നുള്ള മീൻസ് അത്ര ആയിട്ടുള്ളൂ, 2 വർഷം ആവുന്നുള്ളൂ. പിന്നെ കുട്ടിക്ക് വാപ്പയില്ലെങ്കിൽ അത്രേ ഉള്ളൂ. അല്ലാതെ എന്റെ മോനിക്ക് ആ ട്രോമ വന്നേ കൊണ്ടുള്ള ലൈഫ് മുന്നോട്ട് വേണമെന്നില്ല. വാപ്പയില്ലെങ്കിൽ അത് അവിടെ കഴിഞ്ഞു. അല്ലാതെ മോനെ ഒരു ട്രോമയിലേക്ക് കൊണ്ടിരിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ പോലും കുട്ടി എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ പോലും അലറും. അന്നാ അതുപോലെ എൻ്റെ മോൻ എൻ്റെ കയ്യിലിരുന്ന് അലറിയത്. ആ വേദന എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. ആ വേണ്ടാന്ന് വെച്ച് മാനു ഫ്ലാറ്റിൽ നിന്ന് പോയൊക്കെ ചെയ്തിട്ട് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്നത്. ഇനിയിപ്പോ കാരണം അതിലേക്ക് ഇടാം, എനിക്കൊരു ബന്ധം ഉണ്ടായിട്ടാണ് നമ്മ പിരിയുന്നതെന്ന് പറഞ്ഞ് കൊടുക്കാം. അല്ലാതെ മാനോടെ തെറ്റുകൊണ്ടാന്ന് ആരും വിചാരിക്കൂലോ. അങ്ങനത്തെ ഒരു പ്ലാനിങ് ആണ് നടക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സഫ കുഞ്ഞിനെ വെച്ച് ഒരു സിമ്പതി പിടിച്ചു പറ്റുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിന്റെ ഒക്കെ ഇടയിൽ നിന്ന് അനുഭവിക്കുന്ന ചെറിയ കുഞ്ഞല്ലേ, അതായത് ആദ്യത്തെ ഇപ്പം ഒരു ഉപ്പയുടെ ഉമ്മയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണ്. ഒരു കുറച്ച് കഴിയുന്ന സമയത്ത് കുട്ടി വലുതാവും, സ്കൂളിൽ പോവും,
ഒരുപാട് ആൾക്കാരായിട്ട് ഇടപെടേണ്ടതാണ് അല്ലേ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞാണത്. ആ കുഞ്ഞ് ഒരു സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഉപ്പ എന്തായിരുന്നു ഉമ്മ എന്തായിരുന്നു എന്ന് പറയുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരിത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ ജീവിതം തിരഞ്ഞെടുക്കുമ്പോഴും തെറ്റിൽ നിന്ന് വീണ്ടും തെറ്റിലോട്ട് പോകരുത്. മെഹനു തെറ്റായിരുന്നു എന്ന് തുടക്കത്തിൽ സഫയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സഫ ലൈവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, വളരെ ഹാപ്പി ആയിട്ട് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ലൈഫിൽ വിഷമം എനിക്ക് കാണിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഒരു സ്റ്റോറിയിൽ പോലും ഞാൻ മേനുമായിട്ട് എന്തെങ്കിലും തർക്കണം ഒന്നും ഞാൻ ഇതുവരെ കാണിച്ചില്ല. മേനു പ്രകടിപ്പിച്ചെങ്കിലേ ഉള്ളൂ നമ്മൾ സെപ്പറേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് മേനു എത്ര സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റഡ് അല്ല വീണ്ടും നിങ്ങൾ ഒരുമിച്ച് എന്നിട്ട് ഞാൻ വെളുപ്പിക്കാൻ വേണ്ടി ഞാൻ പിന്നെ മുന്നിൽ വന്ന് നിന്നിട്ട് ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്ലാനിങ് ആയിരുന്നു അഭിനയിച്ചിട്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ വീണ്ടും ഒന്നായതല്ല. ഒന്നായതാണ്, മീൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സെപ്പറേറ്റഡ് പറഞ്ഞിട്ടു, മേനോ സെപ്പറേറ്റഡ് അല്ല, മോനെ അസാനുവിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് ആ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ടേന്നൊക്കെ പറഞ്ഞ് ഒരു ഡ്രാമ നടത്തി. ആ സമയത്തൊക്കെ ഞാൻ എന്റെ വീട്ടിലുള്ളത്. അതിനുശേഷം നമ്മൾ പിന്നെ ഒരുമിച്ച് വീഡിയോ വന്നിട്ട് ഇങ്ങനെ നമ്മൾ തല്ലുടിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിക്ക് വന്നിരുന്നിട്ട് നമ്മ ഡ്രാമ കളിച്ചത്. അത് പക്ഷെ നിലനിന്നില്ല, വീണ്ടും അത് പോയില്ലേ. അപ്പൊ ഒരാളെ മെഹനാസ് ആണെങ്കിലും ഒരാളെ ചതിച്ചിട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ ബന്ധം നിലനിൽക്കില്ല. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പയും ഉമ്മയും വിഷമിപ്പിച്ച് ഒന്നിലോട്ട്, കാരണം അവരൊരിക്കലും നമ്മൾക്ക് മോശം വരാൻ വേണ്ടി ചെയ്യില്ല. നമ്മൾക്ക് വേണ്ടി ഈ ലോകത്ത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരേ വ്യക്തികൾ സഫ അറിയണം, അത് പാരന്റ്സ് ആയിരിക്കും. നമ്മുടെ ഇഷ്യൂസ് നടക്കുമ്പോ പോലും ഈ സെപ്പറേറ്റഡ് ഇട്ടിട്ട് പോലും ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവരെന്നെ സ്വീകരിച്ചു. എന്നിട്ട് അവര് പറഞ്ഞത് വേറെ ആര് സ്വീകരിക്കും സഫ? അതാ ഈ പറയുന്ന മെഹനുവിന്റെ അടുത്ത് തിരിച്ചു പോയി കഴിഞ്ഞാൽ മെഹനുവിന് അടുത്ത റിലേഷൻ ഇപ്പൊ പെട്ടെന്ന് വരും വിചാരിക്കാം, ഉറപ്പായും അല്ലേ. ഈ പറയുന്ന മുൻ ഭർത്താവിന് വരും, ഈ പറയുന്ന എല്ലാ റിലേഷൻഷിപ്പിനും അടുത്ത ആളെ കിട്ടും. പക്ഷെ സഫയെ സ്വീകരിക്കാൻ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ. അത് നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും അടുത്ത തെറ്റിലോട്ട് സഫ പോയിട്ടുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. വീണ്ടും ലല്ലു എന്ന വ്യക്തിയാണോ സഫ തെരഞ്ഞെടുക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ഇപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് ചിന്തിക്കുന്നേ ഇല്ല. ഒരു മാരേജ് ലൈഫ് ഇപ്പൊ ചിന്തിക്കുന്നേ ഇല്ല. ഞാനും ബേബി ആയിട്ട് എങ്ങനെയാണോ ഹാപ്പി ആയിട്ട് എനിക്ക് എങ്ങനെയാണോ ലൈഫ് ഹാപ്പി ആക്കാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് എന്റെ പ്ലാനിങ് ഉള്ളത്. ഈ ലല്ലു എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചുള്ള സഫയുടെ അഭിപ്രായം എന്താണ്? അത് കേൾക്കട്ടെ. എനിക്ക് പേഴ്സണലി രണ്ടാളെ അറിയത്തില്ല. മീൻസ് ഫസ്മിനാനെ ലല്ലുവിനെ എനിക്ക് പേഴ്സണലി അറിയൂല. ഇപ്പത്തെ ഒരു കണക്ഷൻ വെച്ചിട്ട് പേഴ്സണലി അറിയുന്നോണ്ടാണല്ലോ ഒരുമിച്ച് ആധാരം ഒക്കെ അങ്ങനെ. അതിപ്പോ പേഴ്സണലി സ്വഭാവം ഇപ്പൊ നമുക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? അമ്മ, ഉമ്മച്ചി, വാപ്പച്ചി, അനിയത്തി ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മ അങ്ങനെ ചോദിക്കുന്നില്ല. നമുക്ക് ഇന്നാളറിയാം. നമുക്ക് ഒരാളുടെ സൗഹൃദം ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ പറ്റി മൊത്തം അറിഞ്ഞിരിക്കണ്ടേ. അങ്ങനെ അവരെ പറ്റി മൊത്തം അറിയാതിരിക്കുമ്പോഴാണ് വീണ്ടും അബദ്ധത്തിലോട്ട് ചെന്ന് ചാടുക. ഇതിപ്പോ എന്റെ ഡ്രൈവറിന് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾക്ക് ഒരാളെ ഇപ്പൊ ഡ്രൈവറായിട്ട് വെക്കുന്നുണ്ടെങ്കിലും ഒരാളെ സൗഹൃദത്തിൽ വെക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കിപ്പോ ഡ്രൈവറിന് കിട്ടിയെങ്കിൽ നമുക്ക് ഡെയിലി റെന്റ് കിട്ടിയാൽ മതി. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാ. ഡെയിലി റെന്റ് കിട്ടിയാൽ മതി. അല്ലാതെ വീട്ടിൽ ആരുണ്ടെന്നോ അവൻ സിഗരറ്റ് വലിക്കുന്നോ അതൊന്നും നമുക്ക് വിഷയമല്ല. ഇത് ഡെയിലി വരുന്ന ഒരാളല്ലേ. ഇപ്പൊ സപ്പോസ് ഈ ഡ്രൈവർ എന്ന് പറയുന്ന ഒരാള് ഒരു MDMA കേസിലോ അല്ലെങ്കിൽ വലിയൊരു പ്രതിയാണെന്ന് കരുതുക. ഇപ്പൊ ആളാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരാളെ തെരഞ്ഞെടുക്കാതെ അയാളെ കുറിച്ച് അറിയാതെ നമ്മളിലോട്ട് അടുപ്പിക്കുമ്പോൾ വീണ്ടും നമ്മൾ അബദ്ധത്തിലോട്ടാണ് ചെല്ലുന്നത്. ഇവിടെയാണ് പെൺകുട്ടികൾക്ക് തെറ്റുപറ്റുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോ പെൺകുട്ടികൾക്ക് മാത്രല്ല, ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ പോലും വണ്ടി റെന്റിന് കൊടുത്ത് അവർക്ക് ഈ അവസ്ഥ വരാം. പെണ്ണുങ്ങൾക്ക് മാത്രല്ല. അല്ല, പക്ഷെ സഫയ്ക്ക് ഇപ്പൊ ഉണ്ടായ അനുഭവം അത് ഒരാൺകുട്ടിക്കാണ് ഉണ്ടായതെങ്കിൽ ഇത്രയൊന്നും അനുഭവിക്കില്ല. സഫ കുട്ടീനെ കൊണ്ട് സഫർ എന്നല്ല കുട്ടിയെ നോക്കണ്ടേ നന്നായിട്ട്. ഇപ്പൊ കുട്ടി ഒരു പ്രായം വരെ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ ഉമ്മയുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതൊരു ഉപ്പയ്ക്കോ ഫാദറിനോ നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊരു ബാധ്യതയല്ല, അതൊരു ഉത്തരവാദിത്തമാണ് അല്ലേ. അത് ഇതുവരെ ഞാൻ മാനു പോലും ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എവിടെയും പരാതി പറയാൻ ഞാൻ വന്നിട്ടില്ല. പക്ഷെ മീഡിയക്ക് മുന്നിൽ മാനു പറയുന്നുണ്ട് കുട്ടീനെ ഞാൻ കാണിക്കുന്നില്ല. കുട്ടീനെ കാണണമെങ്കിൽ പറയണം എൻ്റെ അടുത്ത്. കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പൊ പെരുന്നാളാവാനായി, കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇതൊക്കെ വാപ്പാക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലേ. ഇതൊന്നും ചെയ്യുന്നില്ല. മെഹനിലോട്ട് തിരിച്ചു ഒരിക്കലില്ല. പക്ഷെ ഇനി മെഹനിലോട്ട് തിരിച്ചു പോകാതെ ഞാൻ പറയുന്നു സഫ വീണ്ടും ലല്ലുവിലോട്ടാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഇപ്പൊ ഇതിൽ കോമന്റ്സ് കണ്ടാലും മൊത്തത്തിൽ വിലയിരുത്തിയപ്പം സഫ ലല്ലു ആയിട്ട് ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. റിലേഷൻ ആവില്ല, അത് അവിഹിതമായി പോയില്ലേ അങ്ങനെയാണെങ്കിൽ? അത് അവിഹിതാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് വിട്ടു. ഇത് ലീഗലി മാരീഡ് ആയിരുന്നോ മെഹനുമായിട്ട്? അല്ല. അപ്പൊ ഇത് തിരിച്ച് വീണ്ടും അടുത്ത റിലേഷൻഷിപ്പിലോട്ട് വരുന്നു. ഞാൻ പറയാം, തെരഞ്ഞെടുക്കുന്ന ആളെ കുറിച്ച് ലല്ലുവിനെ കുറിച്ചുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ എന്താണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ചരിത്രം വെച്ച് എന്താണ്, ഫസ്മിനെ വെച്ച് പറഞ്ഞത് വെച്ച് എന്താണെന്ന് അറിയാലോ. ഒരുപാട് പേരെ ചതിച്ച് കോഴിത്തരം കാണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ പറഞ്ഞിട്ടുള്ളത് ഫസ്മിനായിട്ട് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം, അത് ഫസ്മിന അവന്റെ ഇന്റർവ്യൂല് കണ്ടായിരുന്നു.
ഫസ്മിനായിട്ട് നിക്കായതിനു ശേഷം അവൻ ഇതുവരെ ഒരു ഗേൾസിനായിട്ട് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ല എന്നാ പറയുന്നത്. അതിന്റെ തെളിവോട് കൂടെ ഫസ്മിനെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഇട്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആള് പറയുന്നു. പക്ഷെ അത് തെളിവ് സഹിതം ഫസ്മിനെ പുറത്തു വിട്ടിട്ടുണ്ട്. ലല്ലുവിന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഒന്നുമില്ല. ഫസ്മിനെ തെളിവ് സഹിതമാണ് പുറത്തു വിട്ടത്. കാരണം ഒരാളുടെ അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഫസ്മിന ലല്ലുവിനെ പറ്റി ബാഡ് ആയിട്ടുള്ള കുറച്ച് മീൻസ് ഒരു കുട്ടിയായിട്ട് ചാറ്റ് ചെയ്തൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ എന്തിനാ ഇവള് ബാംഗ്ലൂർ അവന്റെ അടുത്തേക്ക് പോയി? അത് ലല്ലു ഇന്റർവ്യൂവിൽ ഇട്ടിട്ടുണ്ട്. എന്തിനാ അവള് പിന്നെയും അവന്റെ അടുത്തേക്ക് പോയി? എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ പറ്റി എല്ലായിടത്തും മോശമായിട്ട് പറഞ്ഞിട്ട് നീ എന്തിനാണ് എന്റെ അടുത്ത് വന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൾ ഇരുന്ന് ചിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന ഈ ഫസ്മിനിയും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ ലല്ലും നല്ല, നിങ്ങൾ മൊത്തത്തിൽ എല്ലാവരും എനിക്ക് തോന്നുന്നത് ഡ്രാമ കളിക്കുന്നവരാ. ഇപ്പൊ അവളാണെങ്കിലും ഇപ്പൊ അവർ പറഞ്ഞ സ്ക്രിപ്റ്റഡ് ആയിട്ട് അവർ ഒരുപാട് കോണ്ടന്റ്, ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള കോണ്ടന്റ്, അതൊക്കെ ഡ്രാമ. ഇപ്പൊ ഡ്രാമ കളിക്കുന്ന ആൾക്ക് ഇപ്പൊ നല്ല വ്യൂസ് കിട്ടുന്നില്ലേ? ഇപ്പൊ എത്ര ലാക്ക് വ്യൂസ്. അല്ല, ഈ വ്യൂസ് അല്ലേ നിങ്ങളൊക്കെ സത്യം പറഞ്ഞ മുതലെടുക്കുന്നത്? എനിക്ക് ഇനിയിപ്പോ ഡെയിലി കോണ്ടന്റ് ഇട്ട് എനിക്ക് കിട്ടും. ഞാനൊരു 5 വർഷത്തേക്കുള്ള കോണ്ടന്റ് ആയി നിങ്ങൾക്ക്. ഇത് ഏത് യൂണിവേഴ്സ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഇത് തുറന്നു കഴിഞ്ഞാൽ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി നിങ്ങൾ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് ഞാൻ പോലും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ആദ്യത്തെ ഭർത്താവ്, പിന്നെ അത് കഴിയുന്നു 2, അത് കഴിയുന്നു 3. ഞാൻ ചോദിച്ചു ഇതിൽ ഇപ്പം കറന്റ്ലി അല്ല, എനിക്ക് കറന്റ്ലി മനസ്സിലാവുന്നില്ല. സഫ ഇപ്പൊ മാരീഡ് ആണോ? അല്ല. സഫ സെപ്പറേറ്റഡ്. മെഹനൂന് ഇപ്പൊ ആളുണ്ടോ? ഇല്ല. ഇനിയിപ്പോ ഫസ്മിനക്ക് ഇപ്പൊ ആളുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആളുണ്ടോ? എന്താണ് ഇത്? നമ്മള് ഇപ്പൊ 4 പേർക്ക് 4 ആൾക്കും ആരും ഇല്ല. എന്ത് സന്ദേശം നിങ്ങൾക്ക് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് സഫ? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്റെ ലൈഫിൽ ഈ നെഗറ്റീവ് എത്ര എനിക്ക് അനുഭവം ഉണ്ടായിട്ട് ഞാൻ മീഡിയക്ക് മുന്നിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഈ മേനു ആണ് വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഒളിച്ചോടിപ്പോയി എന്നുള്ളൊരു സംഭവം ഇട്ടത്. എന്നിട്ട് പുള്ളിക്കാരൻ അറിഞ്ഞിട്ട് പോലും ഇല്ല സ്റ്റോറി ഇട്ടത്. എന്നിട്ട് വരെ എന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഒന്നും അറിഞ്ഞില്ലാത്ത രീതിയിൽ നമുക്ക് മീഡിയക്ക് മുന്നിൽ പറയാം, നമ്മ ജസ്റ്റ് വെറുതെ പറഞ്ഞതാന്ന് പറയാന്ന് വരെ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. അറിയുന്ന ആൾക്കാരല്ലേ, ഇങ്ങനെ കിട്ടുമ്പോ അവര് പിന്നെയും വിശ്വസിക്കുമോ? നമ്മ ഒന്നും നടന്നിട്ടില്ല, നമ്മ തല്ലുപിടിച്ചില്ല, ഡ്രാമ എന്ന് പറഞ്ഞാലും വിശ്വസിക്കുമോ? ഇല്ല. ഒരിക്കലും. പക്ഷെ ഇതൊക്കെ ഒരു കോണ്ടന്റ് ആയിട്ടല്ലേ നിങ്ങൾ കണക്കാക്കുന്നത്? പക്ഷെ ഒരു സീരിയസ്നെസ് വേണ്ടേ? എനിക്കറിയാം. ഇപ്പൊ എത്ര വയസ്സ്? 23 ചെറിയ പ്രായം. അതെ, എനിക്കിപ്പോ ഇവിടെ വന്നിരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് കോണ്ടന്റ് ചെയ്ത് അവര് വീഡിയോ ഇടുന്ന പോലെ എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ ഇടാം, നല്ല രീതിക്ക് ഫണ്ട് ഉണ്ടാക്കാൻ. ഞാൻ അത് ചെയ്യുന്നില്ലല്ലോ. ഫണ്ട് ഉണ്ടാക്കണം എന്നുള്ളവര് തുരുതുരാ ഡെയിലി കണ്ടന്റ് ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സഫേനെയും ലല്ലുവിനെയും നാട്ടുകാര് പൊക്കി എന്ന് പറഞ്ഞു, അത് സത്യമാണോ? ഇല്ല, നാട്ടുകാര് പൊക്കിങ്ങ എന്റെ ഫ്ലാറ്റിൽ എനിക്കിപ്പോ നിക്കാൻ പറ്റുമോ? എന്റെ ഫ്ലാറ്റിൽ നിന്ന് പൊക്കിന്നാ പറയുന്നത്. ഞാനും കുട്ടി അവിടെ താമസിച്ചോണ്ട് നിക്കുന്നത്. എന്റെ ഫ്ലാറ്റിൽ നിർത്തോ ആരെങ്കിലും പൊക്കിങ്ങി? അന്ന് ചിന്തിച്ചാ പോരെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം. പിന്നെ ഒരു സ്നാപ്പ് എന്തോ അയച്ചു കൊടുത്തു എന്ന് ഒരു പറഞ്ഞ വിവാദം. ഓക്കെ, ഞാൻ അങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ന്യൂഡായിട്ടുള്ള ഫോട്ടോ അല്ല. നമ്മള് അതെ അതെ മുസ്ലിംസ് ആണ്, നമുക്ക് അങ്ങനത്തെ ഫോട്ടോസ് പുറത്തിടാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ എടുക്കും. മുസ്ലിംസ് ഇടുന്നവരുണ്ട് കേട്ടോ, ഞാൻ എന്റെ കാര്യം പറയുന്നതാണ്. ഞാൻ അങ്ങനെ സ്നാപ്പിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, സേവ് ചെയ്ത് ക്യാമറ റോൾ ആക്കിയിട്ടുണ്ട്. സ്നാപ്പിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ സേവ് ചെയ്തെങ്കിൽ ക്യാമറ റോളിൽ സേവ് ചെയ്ത് സംഭവം വന്ന് കിടക്കും. സ്നാപ്ചാറ്റിൽ ഡേറ്റ് അടക്കം സ്നാപ്ചാറ്റിൽ സൈഡിൽ ഉണ്ടാവുമല്ലോ, ആ മറ്റേ അറിയോ, അതുണ്ടാവും. അല്ലാതെ ഞാൻ ലല്ലുവിന് അയച്ചു കൊടുത്തിട്ടില്ല. ഈ അടുത്ത് മെഹനാസ് എനിക്കത് ആ സ്നാപ്പ് അയച്ചു. എന്റെ സ്നാപ്പ് മെഹനാസിന്റെ ഉണ്ട്. അതെങ്ങനെയാണ് മെഹനാസിന്റെ? എന്റെ ഇമെയിൽ ഐ ഡിയുടെ നമ്പർ മെഹനാസായിട്ട് കണക്റ്റഡ് ആണ്. ഇമെയിൽ ഐ ഡിയിലാണ് സ്നാപ്പ്. അത് മാറ്റാലോ? ഞാൻ മാറ്റിയിട്ടുണ്ട്. അല്ല, പക്ഷെ ഇത് ഫോണിൽ എടുത്തൊരു ഫോട്ടോ അതെങ്ങനെയാണ് മെഹനാസിന്റെ കയ്യിലെത്തുക? സ്നാപ്ചാറ്റ് ഓപ്പൺ ആക്കി നമുക്ക് സേവ് ചെയ്തെടുക്കാം. നമ്മുടെ ഗാലറിയിൽ ഫോട്ടോ എടുക്കാം. അല്ല, സ്നാപ്ചാറ്റിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, സേവ് ചെയ്ത സംഭവങ്ങൾ സൈഡിൽ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ സേവ് ചെയ്ത് സ്നാപ്പിൽ നിന്നാണോ ഫോട്ടോ? സ്നാപ്പിൽ നിന്ന് സേവ് ചെയ്തെടുക്കാം. അങ്ങനെ സേവ് ചെയ്ത ഫോട്ടോസ് മെഹനാസ് എനിക്ക് ഈ അടുത്ത് അയച്ചു തന്നതാ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇതിപ്പോ ഫസ്മിനയിൽ എത്തും എന്ന് ഞാൻ പറഞ്ഞു. ഫസ്മിനയുടെ കയ്യിൽ എങ്ങനെ എത്തി? ആരാ അയച്ചു കൊടുത്തത്? ആരായിരിക്കും? മെഹനാസ് അയച്ചു കൊടുത്തു. അതെ, അതിപ്പോ നമ്മുടെ അടുത്ത് ഈ മെഹനാസും ഫസ്മിനായിട്ടുള്ള ബന്ധം എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. ബന്ധം വന്നത് ഇപ്പൊ നമ്മ തമ്മില്, ഞാനും ലല്ലും തമ്മിൽ ബന്ധം ഉണ്ടെന്നാണ് കണക്ഷൻ ആയത്. ഓക്കെ, ശത്രുവിന്റെ ശത്രു മിത്രം. അതെ, അങ്ങനെയാണല്ലോ. അതെ, അവരിപ്പോ നല്ല മിത്രങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഫസ്മിനയുടെ ശത്രുവാണ് ലല്ലു. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുമ്പോ ലല്ലുവും ലല്ലു ശത്രു അല്ലല്ലോ അവളുടെ. ശത്രു അല്ലെങ്കിലും അല്ലേ, നല്ലതല്ലല്ലോ തമ്മിൽ പറഞ്ഞു നടക്കുന്നത്. ബാങ്ക് കൊടുത്ത് എന്തോ നിക്കാഹ് കഴിപ്പിച്ചു എന്നോ MDMA എന്തായിരുന്നു ജോയിന്റ് കൊടുത്തിട്ട്. ആർക്കെങ്കിലും ജോയിന്റ് കൊടുത്താൽ നിക്കാഹ് കഴിക്കാൻ പറ്റുമോ സഫോ? ഒന്ന് ചിന്തിച്ചു നോക്കിയെന്നല്ലോ പറഞ്ഞത്. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യാൻ നിക്കുന്നില്ല. ഞാനിപ്പോ അതിനെ പറ്റി പറയുമ്പോ നിങ്ങൾ പറയും ഞാൻ അവരുടെ സൈഡിൽ. അല്ല, സപ്പോർട്ട് അല്ല, ഇതിലൊക്കെ ഒന്ന് എന്തെങ്കിലും കഴമ്പ് വേണ്ടേ?
ഇങ്ങനെ വാ തുറന്ന ഒരു പരസ്പര ബന്ധമില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി അതും ഇതും പറയുന്ന ആൾക്കാരെ വീണ്ടും സ്നേഹിച്ച് അടുത്ത സഫ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ? ഇനിയിപ്പം നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു വീഡിയോ വന്നിട്ട് ഞാനും ലല്ലുമായിട്ട് റിലേഷൻ ആണെന്ന് പറഞ്ഞാലും പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാണ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ എഴുതി വെച്ചോ, എന്നെ ലല്ലു പറ്റിച്ചു അല്ലെങ്കിൽ ലല്ലുവിന് വേറെ റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ ഇടേണ്ടി വരും. ഒരു സംശയമില്ല. ഇത് ഞാൻ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാന്നല്ല, അതിനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്? നമുക്ക് ഒരബദ്ധം പറ്റാം, രണ്ടബദ്ധം പറ്റാം, വീണ്ടും വീണ്ടും അബദ്ധം ആവരുത്. ഇത് ജീവിതമാണ്. 23 വയസ്സേ ആയിട്ടുള്ളൂ, ഒരു കുഞ്ഞുണ്ട്, അതിന്റെ ജീവിതം കൂടെ നോക്കണം. എല്ലാവർക്കും അവരവരുടെ ലൈഫ് ഉണ്ടല്ലേ. ഞാൻ ആരും ഉപദേശിക്കാൻ ആരുമല്ല. എല്ലാവരും അവരുടെ ഇഷ്ടത്തിനേ ജീവിക്കുള്ളൂ. പക്ഷെ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുമ്പോൾ എന്റെ രീതിയിൽ ഒരു സമൂഹത്തിന് ഒരു സന്ദേശമാണ് കൊടുക്കേണ്ടത്. നമ്മള് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇപ്പൊ ഇവര് കൊടുക്കുന്ന കോണ്ടന്റ് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്? നിങ്ങൾ ആരും കൊടുക്കുന്ന കോണ്ടന്റിന്, സഫ അടക്കം കൊടുക്കുന്ന കോണ്ടന്റ് എന്ത് സന്ദേശമാണ്? ഞാൻ ഇപ്പത്തെ എന്റെ വീഡിയോസ് ചെയ്യുന്നതിൽ മാത്രം ഞാൻ ഇങ്ങനെ റൂഡായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. മുന്നേ ഞാൻ മേനുള്ളപ്പോ വീഡിയോസ് ചെയ്യുന്നത് എന്താ, നമ്മുടേതായ ലൈഫ്, നമ്മൾ കുട്ടിയായിട്ടുള്ള ഫാമിലി ലൈഫ്, ഫുഡ് ഉണ്ടാക്കല്, ഇതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരാളുടെ പച്ചറിച്ച് തിന്നുകൊണ്ട് ഇതുവരെ ഒരാളുടെ വീഡിയോ ഞാൻ ചെയ്യാൻ നിന്നിട്ടില്ല. ഈ കുഞ്ഞിനിപ്പോ ആരാ നോക്കണേ? ഞാൻ അല്ലാണ്ട് ആരാ? വേറെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടോ? വീട്ടിൽ പോവാറുണ്ടോ? വീട്ടിൽ ഇപ്പൊ കുറച്ച് ദിവസമായി പോയിട്ട്. വീട്ടിൽ പോയാൽ അവര് പറയുന്നത് നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതല്ലേ ഇവനെ വേണ്ട എന്നൊരു ടോക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര മൈൻഡ് ബാഡ് ആവുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പോവാത്തതാ. ഇപ്പോ സഫ ഫെയിമിന് വേണ്ടിയിട്ടാണോ യഥാർത്ഥത്തില് മെഹനാസിനെ? അങ്ങനെയാണെങ്കിൽ എത്ര ഫെയിമിൽ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അല്ല, എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? നമ്മൾ കച്ചിത്തുരുമ്പ് വേണ്ടേന്ന് പറയില്ലേ? കച്ചിത്തുരുമ്പ് അന്ന് സംസാരിച്ചപ്പം പുള്ളി ഓക്കെ ആയിരുന്നു. ഞാൻ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് നമ്മളെ പേഴ്സണലി അറിയുന്നവരല്ലേ. അപ്പൊ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് ഒരാൾ പെരുമാറാ, അതല്ലേ നമ്മൾ നോക്കുള്ളൂ. പക്ഷെ ഒരാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ അത്ര നോക്കിയാൽ പോരല്ലോ. എന്തൊക്കെ ന്യൂസാ ഡെയിലി കേൾക്കണല്ലേ? സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു, ഒരുപാട് നിരപരാധികളായ പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവർക്കൊക്കെ സന്ദേശം കൊടുക്കുന്നതിന് പകരം ഒരാളെ പറ്റി ഒന്നും അറിയാതെ ഓൾറെഡി ഇത്രയും വിവാദത്തിൽ നിൽക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ മുതിരുമ്പോ, സത്യം പറഞ്ഞാൽ പഴയ വീഡിയോസ് ഒന്നും പുള്ളിക്കാരനെ കണ്ടിട്ടില്ല. അതാണ് മെയിൻ. പിന്നെ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോ സംസാരത്തിലൂടെ ഒക്കെ പുള്ളി ഒരു ഓക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് റിഫാന്റെ കേസിൽ കുറെ സങ്കടങ്ങൾ ഉണ്ടായതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഒക്കെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കരയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ. ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ആരാ? മെഹനാസ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വീഡിയോ എടുപ്പിക്കണത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് വീഡിയോസ് എടുക്കാൻ. അല്ല, ആളാണ് എടുത്തു തരണേ? ആളെടുത്തരും. പിന്നെ ഞാൻ സെൽഫി ആയിട്ട് വീഡിയോ. അല്ല, ആളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തിട്ടോ? അല്ല, ആളെ. ഞാൻ പുള്ളിന് ഇതൊക്കെ ഇതിന് വരുന്ന കമന്റ്സ് ആണ്, വായിക്കാറുണ്ടോ? ഇല്ല, അത് ഞാൻ കണ്ടില്ല കേട്ടോ. ഓക്കെ, ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോ എടുപ്പിക്കുന്നത്. അതിലൊന്നും എനിക്ക് പറയാനില്ല. ചിലത് റിയാക്ഷൻ വീഡിയോസ് എടുക്കുമ്പോ പുള്ളി എന്നെ വിളിക്കും. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കും, ഡള്ളായിട്ടിരിക്കും. ഞാൻ വന്നില്ല. ചിലത് നമ്മളെ പറ്റി പറയുന്നത് റിയാക്ഷൻ എടുക്കാൻ, മീൻസ് ചീത്ത പറഞ്ഞ പോലെ എടുക്കാൻ വരുമ്പോ ഞാനാ പറയാറ്. അങ്ങനത്തേന് ഞാൻ ഇല്ലാന്ന് ഞാൻ പറയും. റിയാക്ഷൻസിന് ഞാൻ നിൽക്കാറില്ല അങ്ങനെ പൊതുവെ. അല്ലാതെ ഇതുവരെ എന്റെ അടുത്ത് വീഡിയോ നിക്കലാന്ന് എന്റെ അടുത്ത് പറയട്ടില്ല. ഞാൻ ഒറ്റക്കന്നെ കൂടുതൽ വീഡിയോസ് എടുക്കാറും. ഇപ്പൊ സഫയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ സഫയ്ക്ക് എന്താ പറയാനുള്ളത്? ഇതിപ്പോ പൊതുവെ അങ്ങനെ എന്നെ പറ്റി പറയുമ്പോ നോർമലി എല്ലാരും മോശമായിട്ട് തന്നെ പറയത്തുള്ളൂ. സത്യാവസ്ഥ ഒരു അവസാനം വരട്ടെ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരാളെ ഉപേക്ഷിച്ചു. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ വിട്ടു, അപ്പൊ നമുക്ക് നല്ല വിഷമമുണ്ടെങ്കിൽ അവരെ പറ്റി വീണ്ടും വീണ്ടും ഒന്നും പറയാതെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി അറിയുക, കരി വാരി തേക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് വിഷമില്ല എന്നല്ല, എനിക്ക് സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ എന്റെ ഈ സ്നാപ്പില് ഇങ്ങനത്തെ ഫോട്ടോസ് മേനിട്ടെടുത്ത് ഫസ്മിന എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞെങ്കിൽ കണ്ണും മൂക്കില്ല, എന്ത് വേണമെങ്കിലും വായ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരാളും, എന്ത് വേണമെങ്കിലും പബ്ലിക് മുന്നിൽ ഇട്ട് കൊടുക്കുക, അത്രയും നാളും ഇല്ലാണ്ട് ചെയ്യുന്ന ഒരാളാണ്. സ്റ്റേഷനിൽ നിന്ന് എത്ര വട്ടം ഫസ്മിനാനെ വിളിച്ചു, എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ ഈ വണ്ടീന്റെ കേസിന് പോലെ തെളിവെടുപ്പിന് വരെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടില്ല. ഒന്നിനും ഒരു പേടിയില്ലാത്ത ആൾക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്താൽ ഈ ഫോട്ടോ മീഡിയക്ക് മുന്നിൽ ഇടൂലെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ട് ഇടും. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ഒരിക്കലും വൈഫിന്റെ പ്രൈവറ്റ് ഫോട്ടോസ് ആർക്കും ഇട്ട് കൊടുക്കൂല. സഫ ഇപ്പൊ മെഹനാസ് വിളിക്കാറില്ലേ? ഇല്ല, ഇപ്പൊ എന്നെ വിളിക്കാറില്ല. അപ്പൊ ഇങ്ങനൊരു ഫോട്ടോ ഫസ്മിനക്ക് ഇട്ട് കൊടുത്തു, അതെനിക്ക് ഫോട്ടോസ് അയച്ചു തന്നായിരുന്നു ഇൻസ്റ്റയില്. ഓക്കെ, അതിപ്പം വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഫസ്മിനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ കേസാവില്ലേ? അത് കേസാവും. ഓക്കെ, പക്ഷെ പെട്ടെന്ന് ഇട്ട് കഴിയുമ്പോ അത് എത്ര പേരത് ക്യാപ്ചർ ചെയ്തെടുക്കും, എത്ര പേര് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കും?
ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിലവില് മെഹനാസിനെ വിട്ടു, അതിൽ വിഷമമുണ്ടോ? വിഷമം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചില സമയങ്ങളിൽ വിഷമാവും. പിന്നെ ഞാൻ ഈ അടുത്ത് ഞാൻ ഇപ്പൊ കാസർഗോഡ് പോയായിരുന്നു. അപ്പൊ നീലേശ്വരം പെട്ടെന്ന് ഇറങ്ങിയപ്പോ നമ്മള് അതിലെ കുറെ യാത്ര ചെയ്തിട്ടൊക്കെയുള്ളതാണ്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ വിഷമമുണ്ട്. വിഷമമില്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ വിഷമിക്കുമ്പോ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ അത്രക്കും ആൾക്കാരെ മുന്നിലാണ് മോശമാക്കിയിട്ടുണ്ട്, എന്നെ അത്രക്കും ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോ ഓക്കെ ആണ്, ഇല്ലതിനേലും നല്ലത് ഇല്ലാത്തതാന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, നമ്മുടെ റിഫയുടെ മോനില്ലേ അസാനു മോനെ പോയി കണ്ടിട്ടുണ്ടോ? ഓ, ഇപ്പൊ അസാനൂര് അമ്മയായിട്ട് സഫ ഉണ്ടാവോ? ഓ തീർച്ചയായും. അമ്മ എന്ന് പറഞ്ഞ സഫയ്ക്ക് എന്താണ് അമ്മയുടെ ഒരു അർത്ഥം പറയാം? അമ്മ എന്ന് പറഞ്ഞാല് ഒരു അച്ഛനേക്കാള് സ്നേഹം ഒരമ്മക്ക് കൊടുക്കാൻ പറ്റാം. ഒരമ്മ ഇല്ലാണ്ട് ഒരു മക്കൾക്കും. ഇപ്പൊ അസാനുവിന് 1.5 വയസ്സുള്ളപ്പോഴാണ് റിഫ പോയത്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പൊ എന്റെ മോനിക്ക് ഞാൻ ആ ഒരു പ്രായത്തിൽ നഷ്ടപ്പെട്ട എന്റെ മോനെ അവര് അത്രയും സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ എന്റെ വീട്ടുകാരെ നോക്കുമായിരിക്കാം, നോക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മ കൊടുക്കുന്ന ഒരു സ്നേഹം, അമ്മക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം ഒരാൾക്കും കൊടുക്കാൻ പറ്റൂല. അതൊരു അച്ഛനാണെങ്കിൽ പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പൊ സഫയുടെ ഉമ്മയെ കണ്ടായിരിക്കുമല്ലോ വളർന്നത് അല്ലേ? അപ്പൊ ഉമ്മയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതാണ് കണ്ടു വളർന്നത്. സ്വന്തം ജീവിതം നല്ല രീതിയിൽ നടത്താൻ പറ്റാത്ത സഫയ്ക്ക് എങ്ങനെയാണ് സഫയുടെ കുഞ്ഞിനെയും അസാനുവിനെയും നോക്കാൻ പറ്റുക? ഫസ്റ്റ് സഫ എന്താ കാണിക്കേണ്ടത്? സഫ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് എന്താണെന്നും പ്രണയം എന്താണെന്നും സ്വന്തം ജീവിതം നല്ല രീതിയിൽ നല്ലോണം പ്രണയിച്ചാലല്ലേ എനിക്ക് പ്രണയിക്കാൻ, എനിക്ക് നല്ല രീതിക്ക് പ്രണയിക്കാൻ അറിയാം. പക്ഷെ സഫ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇപ്പോഴും ലല്ലു, ഇനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ആ പാറ്റേണിൽ പൊക്കോണ്ടിരിക്കുന്ന സഫയ്ക്ക് എന്തിലല്ലോ സഫ, ഞാൻ ഇതൊരു അടുത്തൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് എന്ത് ലല്ലു എന്നുള്ളതൊക്കെ മനസ്സിലാവും. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ നിങ്ങളുടെ കണ്ണടച്ച് ഇരുട്ടാവില്ല. ഞാൻ കുറെ വട്ടം ഞാൻ പറഞ്ഞു ലല്ലു ആയിട്ട് എനിക്ക് ബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്നിട്ടും എടുത്തെടുത്ത് ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കില്ല ഞാൻ ചോദിക്കുന്നത്. ലല്ലുവിനെ ഒരുമിച്ച് കണ്ട രീതിക്കുള്ളത് കൊണ്ടുപോവാ, അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. സഫ, ഞാൻ ഇത്ര നേരം കൊണ്ട് സഫയോടുത്ത് പറയാണ് വീണ്ടും വീണ്ടും തെറ്റിലോട്ട് പോകരുത് എന്ന്. ഞാനൊരു സിസ്റ്റർലി അഫെക്ഷനിലാണ് പറയുന്നത്. പക്ഷെ സഫ പറയുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ശരിയാണെന്ന്. ഇങ്ങനെ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു ഞാൻ തെറ്റിലേക്ക് പോയിട്ടില്ല എന്ന്. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എന്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റത്തില്ല. തെറ്റിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞ ഇത്ര നേരം കാണിച്ചോണ്ടിരിക്കുന്ന എന്ത് തെറ്റാ ഞാൻ ചെയ്തിട്ടുള്ളത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ കാണിച്ചത്? ഞാനാണോ മീഡിയക്ക് മുന്നിൽ വന്ന് പറഞ്ഞേ ഇന്നയാൾ ഒളിച്ചോടി പോയി? ഞാനാണോ പറഞ്ഞേ? ഞാനല്ലോ പറഞ്ഞത്. ഈ ഫസ്മിനെ വായിട്ട് അളക്കണത് അതല്ല ഞാനാണോ ചെയ്തത്? ഒരു ആയിട്ടൊരു എന്താ അവരുടെ അസുഖം എന്താന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അവരെ വന്ന് ഇന്റർവ്യൂ ചെയ്യൂ, അവരൊക്കെ ഇന്റർവ്യൂ ചെയ്തോളാം. പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സഫയ്ക്ക് പറ്റണില്ല. എന്ത് ചോദ്യത്തിന് ഉത്തരം പറയാൻ? സഫ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഒരു മനുഷ്യൻ നിങ്ങളുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് കണ്ട മനസ്സിലാവുള്ളൂ, നിങ്ങളുടെ പുറത്തല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അത് തന്നെയാണ് സ്നേഹം കാണിച്ചു വരുമ്പോ ഞാൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരാൾ സ്നേഹം കാണിച്ചു തന്നാൽ ഞാൻ അതിൽ വീഴുന്ന ഒരാളാ. എനിക്ക് പിന്നെ നമുക്ക് ഒരാൾ കെയറും സ്നേഹം തരുമ്പോ എനിക്ക് അതാണ് ആവശ്യം. എനിക്ക് സ്നേഹവും കെയറാണ് എനിക്ക് ആവശ്യം. അപ്പോ ഞാൻ അതിന് സ്നേഹവും കെയറും തന്നു, എല്ലാ കാര്യം കഴിഞ്ഞ് സഫയെ ഉപേക്ഷിക്കുന്നു. ആ സഫയ്ക്ക് ഓക്കെ ആണോ? അല്ല, ഓക്കെ അല്ല. അതാണ് ഇപ്പൊ പറയുന്നത്. എനിക്ക് ഉപേക്ഷിക്കാനുള്ള ഇത് വരുത്തൂലല്ലോ ഞാൻ. എനിക്ക് അത്ര സഫ വരുത്തിയത് എന്താണ്? ഞാൻ എന്ത് വരുത്തിയിട്ടുള്ളത്? ഇതുപോലത്തെ ആങ്കറൊക്കെയാണ് ഇവിടെ പിടിച്ചു വരുത്തിയിട്ടുള്ളത്. ഒരുമാതിരി കോപ്പില. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനും കുത്തന്തല്ല ഞാൻ. അതല്ല, ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനും കുത്തല്ല. നമ്മളൊരു മീഡിയക്ക് മുന്നിൽ എല്ലാ കാര്യം പരസ്യമായിട്ട് എനിക്ക് അത്രയും തെറ്റ് ചെയ്യാത്തോണ്ടാണ് ഞാൻ ഈ മീഡിയക്ക് മുന്നിൽ ഒരുപാട് ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്, കുറെ ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും ഇരിക്കത്തില്ല. ഒരുപാട് ഇന്റർവ്യൂ നിക്ക്, ഉത്തരം പറഞ്ഞിട്ട് പോ. സഫ ഇങ്ങോട്ട് വരൂ, ഉത്തരം പറഞ്ഞിട്ട് പോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരുടെ അടുത്താണ്. കാരണം ഇത് കുറേ ദിവസമായിട്ട് കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. സഫ, മെഹനാസ്, ഫസ്മിന, റിഫ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒന്നും ഇതിൽ കിട്ടാനില്ല. നമുക്ക് ഈ നെഗറ്റിവിറ്റീനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാവും. പക്ഷെ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം. എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ? ഫെയിമിന് വേണ്ടിയാണോ? കോണ്ടന്റിന് വേണ്ടിയാണോ? എന്തിനാണ് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇതിലൊക്കെ ഒരു സത്യമുണ്ടോ? ഇതെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള കളിയാണോ? ഇതൊക്കെ പ്രേക്ഷകർക്കുള്ള ഒരു ഡൗട്ടാണല്ലേ. അപ്പൊ അതിനാണ് ഞാനിപ്പോ ചോദ്യം ചെയ്തത്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിന് ആൻസർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവർ തെറ്റുകാരിയാണെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതെന്താണെങ്കിലും കാലം തെളിയിക്കും എന്നാണല്ലോ പറയാ.
നമ്മൾ സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം കൊടുക്കരുത് എന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അതിന് ആൻസർ ചെയ്യാൻ വന്ന ഗസ്റ്റിന് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട്, നമ്മുടെ ഭാഗത്ത് ഒരു ക്ലാരിറ്റി ഉണ്ട്, നമ്മുടെ ഭാഗത്ത് ഉത്തരം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചോദ്യത്തിന് മുന്നിൽ അവർ ആൻസർ ചെയ്യേണ്ടതാണ് അല്ലേ. ഞാനിവിടെ നിങ്ങൾ ചായ കുടിച്ചോ, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാനല്ല ഈ വിഷയത്തിൽ അവരെ വിളിച്ച് മുന്നിലിരുത്തിയത്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന കോമൻസ്, ആൾക്കാർക്കുള്ള ചോദ്യങ്ങൾ, ആൾക്കാർക്കുള്ള സംശയങ്ങൾ, അതിനൊരു ഉത്തരം തരിക എന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോ ചോദ്യങ്ങളും കോമൻസ് ആണ് ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതിന് ഉത്തരം തരാനുള്ള ഉത്തരവാദിത്വം വരുന്ന ഗസ്റ്റിനുണ്ട്. അതിന് പറ്റാത്ത ആൾക്കാർ ഇറങ്ങിപ്പോവും, ഒരു കുഴപ്പമില്ല. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നമസ്കാരം.